ഇന്ത്യ, ചൈന, റഷ്യ ലോകം പേടിക്കുന്ന 3 രാജ്യങ്ങൾ. അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ വരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്കും എത്തുന്നു. എന്താണ് സംഭവങ്ങൾ? ബിനു പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. കാര്യം ഈ 3 രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണവും സൗഹൃദവും മുമ്പത്തേക്കാൾ ഏറെ അതിശക്തമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണഭൂതൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അപ്പോൾ കാരണഭൂതൻ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച സംഗതിയാണ്. അതിൻ്റെ ഡേറ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കൃത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് 21-നാണ് എസ് ജയശങ്കർ റഷ്യയിലേക്ക് പോകുന്നത്. എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി വാങ് ഈ 21-ന് ജയശങ്കർ പോകുന്നതിന് മുൻപ് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളതാണ് വാർത്ത. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ സമയക്രമം മറ്റു കാര്യങ്ങളൊക്കെ പുറകെ വരും. പക്ഷെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി തന്നെയാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അതേപോലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നത് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ജയശങ്കർ റഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടുത്തെ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹവുമായിട്ട് ഔദ്യോഗിക ചർച്ചകളുണ്ട്. അതുമാത്രമല്ല മറ്റ് റഷ്യയിലെ മറ്റ് തന്ത്രപ്രധാന മേഖലയിലുള്ള മറ്റു പലരുമായും വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രിയും ഇങ്ങോട്ട് വരുന്നത് എസ് ജയശങ്കറിനെ കാണാൻ തന്നെയാണ്. അപ്പോൾ എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിലാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹവും പോവുക. ഇത് ഈ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ റഷ്യൻ പര്യടനത്തിന് തൊട്ട് മുമ്പ് ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയിരുന്നു. അതൊരു അസാധാരണ സംഗതിയായിരുന്നു. കാര്യം അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഡോവൽ റഷ്യയിലേക്ക് പോയത്. അപ്പോൾ അതിന് ഇന്ത്യക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. അങ്ങനെ ഉക്രൈനെതിരെ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ ഇന്ത്യയും പങ്കാളിയാകുന്നു. അല്ലെങ്കിൽ ഇന്ത്യ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് റഷ്യ ആയുധങ്ങൾ ഉണ്ടാക്കി ഉക്രൈനെ നശിപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ആ സംഘർഷം പരിഹരിക്കണമെങ്കിൽ ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കണം. അതുമാത്രമല്ല ഇന്ത്യ അമിതമായ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണം. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഏതാണ്ട് ബാരലിന് $60 കണക്കെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് ഇപ്പം നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധത്തിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. പക്ഷേ ഇന്ത്യ ഇതിലൊരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച് വൻ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വൻതോതിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നു. സംസ്കരിച്ച എണ്ണ കയറ്റുമതി ചെയ്ത് വൻ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണം. പിന്നെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് സൈനിക ഉപകരണങ്ങളുടെ കരാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഏതാണ്ട് മരവിച്ച അവസ്ഥയിലാണ്. പ്രധാനമായും അവിടെ നിന്ന് 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങുന്നതിന് ട്രംപ് അതിനുള്ള താല്പര്യം പറഞ്ഞു, ഇന്ത്യക്ക് നൽകാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു, അത് വേണ്ട. അതുമാത്രമല്ല മറ്റു പല പ്രതിരോധ കരാറും അമേരിക്കയുമായിട്ടുള്ള റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ നിർണായകമായ സ്വാഭാവികമായി ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഘട്ടം നേരിടുമ്പോഴാണ് അജിത് ഡോവൽ അവതരിക്കുക. അപ്പോൾ അജിത് ഡോവലിൻ്റെ റഷ്യൻ സന്ദർശനം ആ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത്. അതുമാത്രമല്ല അതിശയകരമായൊരു സംഗതിയും ഉണ്ടായി. അജിത് ഡോവൽ പുടിനുമായി സംഭാഷണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നാലെ പുടിൻ നേരെ മോദിയെ ഫോണിൽ വിളിച്ച് നിലവിലെ സ്ഥിതിഗതികൾ ഫോൺ വഴി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കക്കെതിരെ ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിച്ച് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു ചർച്ച, അതേപോലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ സംഗതിയാണ്. പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് മോദിക്കൊപ്പം ചൈനയിലേക്ക് പോയി അവിടെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ ഒരു ആലോചന പോലും അമേരിക്കയെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അവിടെ പലരും, പ്രത്യേകിച്ചും ചില അമേരിക്കൻ സെനറ്റർമാർ പോലും, നിലവിൽ അവിടെ സെനറ്റിലുള്ളവർ പോലും ട്രംപിനെതിരെ നിലപാടെടുക്കാൻ ഈ ഒരു നീക്കം കാരണമായി. കാര്യം ഇന്ത്യ കാലങ്ങളായുള്ള അമേരിക്കയുടെ പങ്കാളിയാണ്. അത് നശിപ്പിക്കുന്നത്, ഇല്ലാണ്ടാക്കുന്നത് തന്ത്രപരമായ വലിയൊരു തെറ്റാണ്, തിരിച്ചടിയാണെന്നുള്ളവരാണ് എന്നാണ് അവർ ഒരു വിലയിരുത്തൽ നടത്തിയ, അല്ലെങ്കിൽ ട്രംപിനെ വിമർശിച്ചത്. കാരണം
ചൈനയ്ക്കെതിരെ അമേരിക്കയ്ക്ക് ഉറച്ചു വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയായിരുന്നു ഇന്ത്യ. അതുമാത്രമല്ല, ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും. അപ്പോൾ ആ രീതിയിൽ പോലും പരസ്പരം സഹകരിച്ചിരുന്ന ഇന്ത്യയെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് ട്രംപിനെതിരെയുള്ള ആരോപണം. ഇനി ഒരിക്കലും ഇന്ത്യ അമേരിക്കയെ നേരത്തെ ഉള്ളത്ര സൗഹൃദത്തോടെ അല്ലെങ്കിൽ അത്ര വിശ്വാസത്തോടെ കാണില്ല. ഒരു സംശയത്തോടു കൂടി മാത്രമേ ഇന്ത്യ അമേരിക്കയെ കാണൂ എന്നുള്ളൊരു നിലപാടെടുക്കും. അപ്പോൾ ഇതെല്ലാം, അതായത് ഇപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയാണ് ഇതിൻ്റെയൊക്കെ ആണിക്കല്ലെന്ന് പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള സാമ്പത്തിക ശക്തി രൂപീകരണം, അതാണ് ബ്രിക്സ് കൂട്ടായ്മ അടിസ്ഥാനപരമായി പറഞ്ഞത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഈ കക്ഷികളാണ് അതിലെ പ്രധാന പങ്കാളികളെങ്കിലും ഏതാണ്ട് 10ഓളം രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയെ ലക്ഷ്യം വെച്ചാണ് ട്രംപ് ആദ്യം വെടിപൊട്ടിച്ചത്. ബ്രിക്സ് കൂട്ടായ്മ അമേരിക്കയുടെ ഡോളറിനെതിരെ നീങ്ങുന്നു, അതുകൊണ്ട് ബ്രിക്സ് കൂട്ടായ്മ ഭാഗമായ രാജ്യങ്ങൾക്ക് 10% നികുതി, അതാണ് ആദ്യം പ്രഖ്യാപിച്ചത്. പിന്നെ ബ്രസീലിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന നില വന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ ട്രംപ് ഒരു നിലപാടെടുക്കുമെന്ന് നമ്മുടെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കാര്യം ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ട് വ്യക്തിപരമായ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ട്രംപ്. പക്ഷേ ട്രംപ് അവിടെയും ഈ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുമെന്ന് പറയുന്നല്ലോ. മോദി എൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ അധിക നികുതിയൊക്കെ, അവരൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ നികുതി പ്രഖ്യാപനമൊക്കെ നടത്തിയത്. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടായ്മ അത് വെറും ഒരു സംസാരം മാത്രമല്ല, അത് പ്രാവർത്തികമാകുന്നു എന്നുള്ള ലക്ഷണങ്ങൾ വന്നതോടുകൂടി ട്രംപിൻ്റെ മൂട്ടിൽ പുകയാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതോടുകൂടി ട്രംപ് തൻ്റെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോയി. നേരത്തെ പറഞ്ഞത് ഈ നികുതി ഘടന സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകുന്നവരെ ചർച്ചകൾക്കില്ല എന്ന് പറഞ്ഞ ട്രംപ്, അതേ ട്രംപിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ഇന്ത്യയുമായി ഇനി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് തന്നെ മുന്നോട്ട് ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ അടിവരയിട്ട് പറയേണ്ടതൊന്നുണ്ട്. അതായത് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു, ചൈനീസ് വിദേശകാര്യം ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് അമേരിക്കയുടെ ഒരു വിനീതദാസനെ പോലെയായിരുന്നു ഇന്ത്യ. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വിനീതദാസനായിരുന്നു. കാര്യം അമേരിക്ക എന്ത് പറഞ്ഞാലും അതിന് എസ് മൂളുക, അല്ലെങ്കിൽ അവർക്ക് തോളത്ത് കൈയിടാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. പക്ഷേ ഇന്ത്യ ഇന്ന് അമേരിക്കയോളം വളർന്നു, അല്ലെങ്കിൽ റഷ്യയോളോ ചൈനയോളമോ വളർന്നു. ഒറ്റയ്ക്കൊറ്റ നിൽക്കുക, തന്നോളം വന്നു കഴിഞ്ഞാൽ പിന്നെ താനെന്ന് വിളിക്കണമെന്നാണല്ലോ ശാസ്ത്രം. അപ്പോൾ ആ നിലയിലുള്ള പരിഗണന ഇത്തരം ഒരു പ്രതിസന്ധി വരുമ്പോൾ ചൈനയും റഷ്യയും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ആനയിക്കുന്നു. ഇപ്പോൾ ചൈനയിൽ ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം നിരക്കുന്ന ഹോർഡിങ്ങുകളിലെല്ലാം മോദിയുടെ പടമുണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ പഴയ ചൈനയല്ല ഇപ്പോഴത്തെ ചൈന എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പക്ഷേ ചൈന അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നിരുന്നാലും പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന സഹകരണം അത് തന്ത്രപരമാണ്. കാരണം പാകിസ്ഥാൻ ചൈന സഹകരണമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇന്ത്യ ചൈന ബന്ധം സുദൃഢമാകുമ്പോൾ ചൈന ഒരു പരിധിവരെ പാകിസ്ഥാനെ തള്ളിപ്പറയാനുള്ള സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു. അത് നിർണായക ചർച്ചകളായിരിക്കും ഇവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. കാര്യം ജയശങ്കർ തികഞ്ഞ ഒരു കൂർമ്മ ബുദ്ധിക്കാരൻ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് അദ്ദേഹം അവിടെ നേതൃത്വം കൊടുക്കും. അതേപോലെ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ തന്നെ കാണണം.